ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കരീന. ഇത്തവണത്തെ T20 വേൾഡ് കപ്പിന് ശേഷമാണ് IPL അരങ്ങേറുക. അതിന് മുന്നോടിയായുള്ള മിനി ഓപ്ഷനൊക്കെ നേരത്തെ പൂർത്തിയായിരുന്നു. IPLുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് ഇത്തവണത്തെ IPL നിരവധി നഗരങ്ങളിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഇന്ന് പുറത്തു വരികയും ചെയ്തിരുന്നു. അതായത് 18ഓളം നഗരങ്ങൾ ഇത്തവണത്തെ IPLന് വേദിയാകും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ചെന്നൈ, ഡൽഹി, ലക്നൗ, മുംബൈ, കൊൽക്കത്ത, അഹമ്മദാബാദ്, ന്യൂ ചണ്ഡീഗഡ്, ഹൈദരാബാദ്, ധരംശാല, വിശാഖപട്ടണം, ഗുവാഹത്തി, ജയ്പൂർ, ബംഗളൂരു, പൂനെ, റായ്പൂർ, റാഞ്ചി, നവി മുംബൈ, തിരുവനന്തപുരം ഈ നഗരങ്ങളൊക്കെ ഇത്തവണത്തെ IPLന് വേദിയാകും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഹോം സ്റ്റേഡിയത്തിന്റെ കാര്യത്തിലും മാറ്റമുണ്ട്. അതായത് തമിഴ്നാട്ടിൽ ഇലക്ഷൻ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ IPLന്റെ ആദ്യ പകുതിയിലെ ഹോം മത്സരങ്ങൾ അത് ചെന്നൈ സൂപ്പർ കിങ്സ് ചെപ്പോക്കിൽ വെച്ചുകൊണ്ട് കളിക്കില്ല. പകരം രണ്ട് സ്റ്റേഡിയങ്ങളെയാണ് പ്രധാനമായും CSK ഇപ്പോൾ പരിഗണിക്കുന്നത്. ഒന്ന് മഹേന്ദ്ര സിംഗ് ധോണിയുടെ സ്വന്തം നാടായ റാഞ്ചിയാണ്. രണ്ടാമത്തേത് സഞ്ജു സാംസണിന്റെ സ്വന്തം മണ്ണായ തിരുവനന്തപുരമാണ്. അതായത് ചെന്നൈ സൂപ്പർ കിങ്സ് തങ്ങളുടെ കുറച്ച് ഹോം മത്സരങ്ങൾ തിരുവനന്തപുരത്ത് അഥവാ സഞ്ജു സാംസണിന്റെ നാട്ടിൽ കളിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. പക്ഷേ തമിഴ്നാട്ടിലെ ഇലക്ഷൻ ഡേറ്റ് പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു കൺഫർമേഷൻ വരികയുള്ളൂ. കൂടാതെ ആസാമിലും ബംഗാളിലും ഒക്കെ ഇലക്ഷനുകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തവണത്തെ IPLന് ഒരുപാട് വേദികൾ വരുന്നത്. ഇനിയിപ്പോൾ രാജസ്ഥാൻ റോയൽസും RCBയും തങ്ങളുടെ ഹോം സ്റ്റേഡിയത്തിന്റെ കാര്യത്തിൽ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടതുണ്ട്. വരുന്ന 27-ാം തീയതിക്ക് മുന്നേ ഹോം സ്റ്റേഡിയം ഏതാണ് എന്നുള്ളത് അവർ BCCIക്ക് മുന്നിൽ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. മഹാരാഷ്ട്രയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ കളിക്കാനാണ് ഇപ്പോൾ RCB ഉദ്ദേശിക്കുന്നത്. പക്ഷേ മുംബൈ ഇന്ത്യൻസ് അവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ അവരിൽ നിന്നും RCBക്ക് NOC ലഭിക്കേണ്ടതുണ്ട്. കാരണം ഒരേ നഗരത്തിലാണ് രണ്ട് ഫ്രാഞ്ചൈസികൾ വരുന്നത്. അപ്പോൾ NOCയുടെ ഒരു ആവശ്യമുണ്ട്. മുംബൈ ഇന്ത്യൻസ് NOC നൽകിയില്ലെങ്കിൽ RCBക്ക് ആ ഒരു സ്റ്റേഡിയം ഉപയോഗപ്പെടുത്താൻ സാധിക്കില്ല. ഇതൊക്കെയാണ് ഇന്നത്തെ റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാകുന്നത്. ഏതായാലും CSK തിരുവനന്തപുരത്ത് കളിക്കാനുള്ള സാധ്യതകൾ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.